ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ഒരു സാമീപ്യം എത്രമാത്രമാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഈ ഒരു റീഡിംഗ് കണ്ടതിന് ശേഷം, ഒരു ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ഒരിക്കലും ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നിൽക്കരുത്. ഇനി നിങ്ങളുമായിട്ട് ഇതൊന്നും റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. ഓക്കെ, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ സാമീപ്യം എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ സാമീപ്യം എത്രമാത്രം ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ സാമീപ്യം എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ എത്രമാത്രമാണ് നിങ്ങളുടെ ഒരു സാമീപ്യം ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ അടുത്തെത്താനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ, നിങ്ങളുടെ സാമീപ്യം അവർക്ക് കിട്ടണമെന്ന് ഈ ഒരു സമയത്ത് അവർ ആഗ്രഹിക്കുന്നുണ്ടോ, ആ ഒരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, 10 of swords, 6 of wands റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. എംപ്രസ് കാർഡ് റിവേഴ്സ് വന്നിട്ടുണ്ട്. The hanged man, Knight of Wands. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ സാമീപ്യം എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് എന്നൊരു കാര്യമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാർഡുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി മാസ്റ്റർ കാർഡ് നോക്കാം. ഓക്കെ, മാസ്റ്റർ കാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 6 of Pentacles ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു വ്യക്തി അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് വലിയൊരു പ്രാധാന്യം, ഒരു ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു വ്യക്തി തന്നെയാണ്. നിങ്ങളെ വളരെയധികമായിട്ട് ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ വളരെ പ്രീഷ്യസ് ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെയും ഈ വ്യക്തി കാണുന്നുണ്ട്. ഓരോരോ നിമിഷത്തിലും അവര് നിങ്ങളെക്കുറിച്ച് ഉള്ള ചിന്തകളിലാണ് എന്നുള്ള എനർജിയാണ് നമുക്ക് ഓവറോൾ കിട്ടുന്നത്. മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ഇല്ലാത്ത ഒരു അവസ്ഥയിലായിരിക്കാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലായിരിക്കാം. എങ്കിലും ഈ ഒരു മൊമെന്റിൽ പോലും അവര് നിങ്ങളുടെ സാമീപ്യം അത്രയധികമായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു എനർജി തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, നമുക്കിനി ഓരോ കാർഡ് ബേസിൽ നമുക്ക് അതൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് അമിതമായ ഒരു ഉത്കണ്ഠയിലാണ്. അവർ അത്രത്തോളം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. നിങ്ങളുടെ സാമീപ്യം അവർ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവരെ വിട്ടുപോയത് പോലെയുള്ള ഒരു ഫീലിങ്സ്, അവർക്കൊരു ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ഒരു ഫീലിങ്സ് ഉണ്ടാകുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒത്തിരി ഡിസ്റ്റൻസിലായിരിക്കാം ഇപ്പോൾ ഉള്ളത്, അല്ലെങ്കിൽ മാനസികമായിട്ട് നിങ്ങൾ ഒത്തിരി അകന്നു പോയ ഒരവസ്ഥയിലായിരിക്കാം ഉള്ളത് എന്ന് വിചാരിക്കുന്നു. ഇവിടെ നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ കൂടുതലായിട്ടും ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലുള്ള ആളുകളെയും, അതുപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പ് ഇരിക്കുമ്പോൾ തന്നെ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുള്ള, ഫാമിലി ഇല്ല എങ്കിൽ കൂടിയും അത്തരത്തിലുള്ള ആളുകളെയും ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായ സമയത്ത് നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. കാരണം ഓൾറെഡി നിങ്ങൾക്കൊരു തേർഡ് പാർട്ടി ഉണ്ട്. ആ ഒരു റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരുന്നത്, ഈ ഒരു വ്യക്തി പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എല്ലാമായിരുന്നു ഈ ഒരു പേഴ്സൺ. ഈ പേഴ്സൺ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും നേടാൻ കഴിയില്ല എന്ന് വരെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഈ പേഴ്സൺ ആണ് എൻ്റെ ലൈഫിൻ്റെ എല്ലാം എന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അങ്ങനെ വളരെയധികം ഒരു ഡീപ്പിലേക്ക്, ഏറ്റവും പീക്കിലെത്തി നിന്ന ഒരു സമയത്തായിരിക്കാം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ എൻഡിങ് സംഭവിച്ചിട്ടുണ്ടാവുക. അവിടെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി ഒരു നിങ്ങളുടെ കൺമുന്നിൽ എന്നല്ല, നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ മറ്റൊരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നതായിട്ട് നിങ്ങളുടെ മുന്നിൽ തന്നെ കാണുന്നു. അത് നിങ്ങൾക്ക് താങ്ങാവുന്നതിലും അപ്പുറത്തായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു ഗ്രോത്ത് താഴേക്ക് പോവുകയും പതിയെ പതിയെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോരുകയുമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ,
പിന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന സമയത്ത് നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. ഓൾറെഡി ഒരു തേർഡ് പാർട്ടി ഉണ്ടെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അല്ലെങ്കിൽ ആ തേർഡ് പാർട്ടിയോടൊപ്പം അവർ നല്ല രീതിയിൽ സഹകരിച്ച് റിലേഷൻഷിപ്പിൽ പോകുന്നുമുണ്ട്. നിങ്ങളോട് കോണ്ടാക്റ്റിൽ ഉണ്ട് താനും. നിങ്ങളുമായിട്ടും ഒരു റിലേഷൻഷിപ്പിൽ പോകുന്നു. അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സമയത്താണ് നിങ്ങൾ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാം എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് എത്തുന്നത്. പക്ഷെ ഇവിടെ ആ ഒരു ട്രാപ്പിൽ നിങ്ങൾ പെട്ടുപോയ പോലെ നമ്മൾ ഭയങ്കര അറ്റാച്ച്ഡ് ആയി പോയി ആ വ്യക്തിയുമായിട്ട്. അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് സാധിക്കാതിരുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങളുടെ സർവത്ര ശക്തിയും പവറും ഉപയോഗിച്ച് നിങ്ങൾ ആ പേഴ്സണെ ശരിക്കും റിലീസ് ചെയ്ത്, ആ പേഴ്സണിൽ നിന്ന് രക്ഷപ്പെട്ട് റിലീസ് ചെയ്ത് മാറി എന്നാണ് നമുക്ക് കാണാനായിട്ട് വരുന്നത്. ആ പേഴ്സണിൽ നിന്ന് പോകാനായിട്ട് എന്തൊക്കെ സ്റ്റെപ്പുകളാണോ എടുക്കേണ്ടിയിരുന്നത് അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് എടുത്ത് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് തന്നെ, നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ തന്നെ ഒരു ഡിഫറെന്റ് ആംഗിളിൽ മാറി നിന്നുകൊണ്ട് ചിന്തിച്ച് നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് കടന്നു വന്നിരിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി നോക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് ആദ്യ സമയങ്ങളിലൊന്നും അവർക്ക് ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. പക്ഷെ എങ്കിൽ കൂടിയും ഈ ഒരു പേഴ്സൺ നിങ്ങളെ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളായിട്ട് തന്നെയാണ് ഇവർ കാണുന്നത്. അവരുടെ ലൈഫിൽ അവർ ഇപ്പോൾ നിൽക്കുന്ന റിലേഷൻഷിപ്പിൽ നിന്ന് ഒരു ആശ്വാസം, കാരണം അവർ പ്രതീക്ഷിക്കുന്ന ഒന്നും തന്നെ ആ ഒരു റിലേഷൻഷിപ്പിൽ അവർ വിചാരിച്ചിരുന്ന രീതിയിൽ, അവരെ പ്രതീക്ഷിച്ചിരുന്ന രീതിയിൽ അവർക്ക് കിട്ടിയിരുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്നപ്പോഴാണ് ശരിക്കും സന്തോഷം എന്താണ്, ഹാപ്പിനെസ് എന്താണെന്ന് അവർ മനസ്സിലാക്കിയത്. ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന രീതിയിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് എന്തെല്ലാം കെയറിങ്, അതുപോലെ ലവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് എന്നും ഇത്തരം ഒത്തിരി കാര്യങ്ങൾ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയല്ല, അത് ആസ്വാദനകരമാകുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം ഈ വ്യക്തിക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കിയത് നിങ്ങളിൽ നിന്നാണ്. ആ ഒരു നിങ്ങളും അവരുമായിട്ട് റിലേഷൻഷിപ്പിൽ വന്ന സമയത്താണ് അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരുന്ന ഒരു എനർജി നമുക്ക് കാണാനായിട്ട് വരുന്നത്, ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരുന്നത്. അപ്പോൾ പതിയെ പതിയെ നിങ്ങൾ അവരിൽ നിന്ന് ഒന്ന് ബാക്കിലേക്ക് പോയി ഇപ്പോൾ ഒരു ഫുൾ ബ്ലോക്കേജ്, ആ ഒരു രീതിയിൽ ഫുൾ സെപ്പറേഷനിലേക്ക് പോയ ഒരു രീതിയിലേക്ക് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അവർ വിചാരിക്കുന്നുണ്ട് ഇനി നിങ്ങളെക്കുറിച്ച് വളരെയധികം ഉത്കണ്ഠയിലാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത് എന്നാണ് കാണുന്നത്. അതായത് നിങ്ങളിൽ നിന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോണ്ടിന് വേണ്ടിയിട്ട് വളരെയധികം ക്ഷമയോടുകൂടി ഇവർ വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ ഈ ഒരു റീഡിങ് കേൾക്കുന്ന സമയത്ത് ഈ വ്യക്തിയിൽ നിന്നുള്ള ഒരു കോളോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ ഒക്കെ നിങ്ങൾക്ക് വരാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കാനായിട്ടും ഈ വ്യക്തി ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നു. അവർ ഒറ്റപ്പെട്ടു പോയി എന്നൊരു ഫീലിംഗ് അവർക്ക് ഉണ്ടാകുന്നുണ്ടായിരുന്നു ഈ ഒരു സമയങ്ങളിലൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരണമെന്ന് ഇവര് വളരെയധികം ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഇവര് ചെയ്തു പോയ, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ച, അല്ലെങ്കിൽ നിങ്ങളെ അവോയ്ഡ് ചെയ്ത് ഇവര് പോയിട്ടുണ്ട് പല കാര്യങ്ങളും. മറ്റൊരു ഫാമിലിയോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോ ഉണ്ട്. ആ ഒരു വ്യക്തിയെ കൂടി ഇവർക്ക് ഇവരുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് സാധിക്കാത്ത ഒരവസ്ഥ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങളെയാണ് പിന്നെ ഇവിടെ മാറ്റി നിർത്താനായിട്ട് പറ്റുന്ന ഒരാളുള്ളൂ. അങ്ങനെ അവഗണിച്ച് പോയപ്പോൾ നിങ്ങൾക്കത് ഒത്തിരി വേദന നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു പേഴ്സണും നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കുമോ എന്നുള്ള രീതിയിൽ ഒരു ഉത്കണ്ഠ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവര് നിങ്ങളിലേക്ക് വീണ്ടും കോണ്ടാക്റ്റുമായി വരാനായിട്ട് മടി കാണിച്ചത് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. നിങ്ങളെന്ന വ്യക്തിയെ നോക്കുമ്പോൾ ഇപ്പോൾ നിങ്ങളൊരു വിക്ടിം അല്ല എന്നൊരു രീതിയിലേക്ക് മാറിയിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടേതായ ഒരു സെൽഫ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു സെൽഫ് ലവ് ചെയ്യുന്നുണ്ട്. സെൽഫ് കെയർ ഒക്കെ ചെയ്ത് നല്ലൊരു പേഴ്സണാലിറ്റി ആയി മാറിയിരിക്കുന്നതായിട്ടാണ്. നല്ലൊരു ഇന്നർ ഫീലിങ്സ് ഒക്കെ ഉള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് മാറിയിരിക്കുന്നു. നിങ്ങളുടെ വീക്ക്നെസ് എല്ലാം എടുത്തു മാറ്റി നിങ്ങളൊരു നല്ല ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ, ഈ ഒരു വ്യക്തി കുറേ പ്രശ്നങ്ങൾ ഈ ഒരു സമയത്ത് നേരിടുന്നുണ്ട് അവരുടെ ലൈഫിൽ. ആ വ്യക്തി നേരിടുന്ന പ്രശ്നം എന്തായാലും ഫ്യൂച്ചറിൽ അത് മാറും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് നിങ്ങൾക്കിടയിലുള്ള ഒരു പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് ഈ വ്യക്തി നിങ്ങളിൽ വന്നു ചേരാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. നിങ്ങളുടെ മുന്നിൽ വന്നു നിന്ന എല്ലാ കാര്യങ്ങളും പറയാനുള്ള ഒരു പോസിബിലിറ്റിയും നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ആ വ്യക്തി ഒത്തിരി പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ഒരു മൂമെന്റ് ആണിത്. എങ്കിൽ പോലും അവര് നിങ്ങളെ അത്രത്തോളം
പ്രണയിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളെ മറക്കാനായിട്ട് സാധിക്കുന്നില്ല. അവർ കുറേ പ്രാവശ്യം അവർ ട്രൈ ചെയ്ത് നോക്കി, ഓക്കെ ഇത് വേണ്ട എന്ന് വെച്ചിട്ട് ഞാൻ ഇപ്പോൾ ഉള്ള ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റക്ക് ഓൺ ചെയ്ത് നിൽക്കാം എന്നുള്ള രീതി വരെ അവർ ട്രൈ ചെയ്ത് നോക്കി. ആ സമയങ്ങളിലൊക്കെ തന്നെയാണ് നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവുക എന്ന് വിചാരിക്കുന്നു. പക്ഷെ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം അവരുടെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. എങ്കിലും അവര് ഈ ഒരു ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ ഉറച്ചു നിൽക്കാം എന്ന രീതിയിലാണ് അതിൽ സ്റ്റക്ക് ഓൺ ചെയ്ത് നിൽക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ എന്നിട്ടും അവർക്കതിന് കഴിയുന്നില്ല. അത്രത്തോളം നിങ്ങളെ അവർ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾക്കൊരു വലിയ ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അവർ സ്പിരിച്വലി നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചേർന്നാൽ മാത്രമേ ആ ഒരു എനർജി ഇംബാലൻസ് സിറ്റുവേഷൻ മാറുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെയധികം മാറ്റങ്ങളാണ് ഈ ഒരു സമയത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി പേർക്കും പല പല രീതിയിലുള്ള തടസ്സങ്ങളായിരുന്നു. പക്ഷെ എല്ലാവരുടെയും പ്രോബ്ലംസിന് ഒരു സൊല്യൂഷൻ ആണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത്രയും ഒരു അനുഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് ഈ ഒരു സമയത്ത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ബ്രൈറ്റ്നെസ് അല്ലെങ്കിൽ ഒരു ലൈറ്റ് പ്രകാശമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തിയെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു വ്യക്തിയിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും സിറ്റുവേഷൻ നിങ്ങൾക്ക് മാത്രമേ അറിയാവുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അത്രത്തോളം ഒരു പ്രണയം, അത്രത്തോളം ആഴത്തിൽ ഡീപ്പായിട്ടുള്ള ഒരു സ്നേഹം ഈ വ്യക്തിക്കുണ്ട് എന്ന് എനിക്ക് ഉറപ്പായിട്ടും പറയാനായിട്ട് സാധിക്കും. പക്ഷേ സിറ്റുവേഷൻസ് ഓരോരുത്തർക്കും ഓരോരോ സിറ്റുവേഷൻസ് ആണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു സെൽഫ് കെയർ ഒക്കെ ചെയ്ത് നിങ്ങൾ ഇതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെട്ട് വന്ന് നിൽക്കുന്ന ഒരു അവസരമാണ്. നിങ്ങൾക്ക് ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട, ഞാൻ ഇനി പുതിയൊരാളിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു ഓപ്ഷനിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ പുതിയൊരു കാരിയറിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു, എന്താണോ നിങ്ങൾ എടുത്തിരിക്കുന്ന ആ ഒരു ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ തോന്നലുകൾ എന്താണോ അതിനൊപ്പം മുന്നോട്ട് സഞ്ചരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഈ ഒരു റീഡിങ് കണ്ടു എന്ന് വിചാരിച്ച് ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് തിരികെ വന്ന് ഈ ഒരു പേഴ്സണെ ഉൾക്കൊള്ളണമെന്നോ അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആയിട്ട് പറയുന്നില്ല. പക്ഷെ നമുക്ക് റീഡിങ്ങിൽ കാണുന്ന കാര്യങ്ങൾ ഇതാണ്. നിങ്ങളുടെ എന്താണെങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. പിന്നെ ഒരു പ്രകാശം, ഒരു ലൈറ്റ്, ഒരു ബ്രൈറ്റ്നെസ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ നിങ്ങൾ ചിലപ്പോൾ പല വിധത്തിലൂടെ കഷ്ടപ്പാടുകളിലൂടെ ആയിരിക്കും കടന്നു പോയിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു കഷ്ടപ്പാടുകളെല്ലാം മാറി നല്ലൊരു പ്രകാശം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്ന ലിസ്റ്റ് നമുക്ക് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഓക്കെ, ഒരു സോൾ മെസ്സേജസ് ഓൾറെഡി നമുക്ക് വന്നിട്ടുണ്ട്, നമുക്കത് എടുക്കാം. ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന ലിസ്റ്റ് നമുക്ക് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്ത് കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ഓക്കെ, ഫസ്റ്റ് മെസ്സേജ് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ, ഐ ലവ് യു മോർ ദാൻ എനിത്തിങ്. എല്ലാറ്റിനും ഉപരിയായിട്ട് നിങ്ങളെ അവർ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ഒരു സിറ്റുവേഷൻ കാരണമാണ് ആ ഒരു സ്നേഹം അവർക്ക് പ്രകടിപ്പിക്കാനും നിങ്ങളിലേക്ക് എത്തിപ്പെടാനും പറ്റാത്തത് എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഐ ആം ട്രൈങ് ടു ഇംപ്രൂവ് മൈസെൽഫ്. ഓക്കെ, ഞാൻ സ്വന്തമായിട്ട് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഒത്തിരി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഐ ഹൈഡ് മൈ ടിയേഴ്സ് അണ്ടർ മൈ സ്മൈൽ. ഓക്കെ, അവർക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ആ പ്രശ്നങ്ങളും പ്രോബ്ലംസും ഒക്കെ ആ ഒരു വിഷമങ്ങളെല്ലാം അവരുടെ ഒരു പുഞ്ചിരിയുടെ മറവിൽ മറച്ചു വെച്ചിരിക്കുകയാണ്, ഹൈഡ് ചെയ്തിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഐ ഫീൽ ദ സെയിം ഫോർ യു. നിങ്ങൾക്ക് എന്താണോ ഒരു ഫീലിങ്സ് തോന്നുന്നത്, നിങ്ങൾക്ക് ആ വ്യക്തിയെ കാണണമെന്ന് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു സാമീപ്യം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതേപോലെ ആ വ്യക്തിക്കും നിങ്ങളെ കാണാനും നിങ്ങളുടെ അടുത്ത് ഇരിക്കാനും നിങ്ങളോട് സംസാരിക്കാനും ഒത്തിരി അവർ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്ന ഒരു എനർജി വഴി അവർ ഇപ്പൊ നിങ്ങളോട് ഡയറക്റ്റ് ആയിട്ട് പറയുന്നത് അത് തന്നെയാണ്. ഓക്കെ, I am very lucky to have you in my life. I am counting the hours and days until I can meet you again. Love you. Okay, നിങ്ങളെ അവരുടെ ലൈഫിൽ കിട്ടിയതിൽ അവര് വളരെയധികം ലക്കിയാണ് എന്നാണ് പറയുന്നത്. ഭാഗ്യവാനാണ് അല്ലെങ്കിൽ ഭാഗ്യവതി ആണ് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളെ ഇനി മീറ്റ് ചെയ്യാനായിട്ട് വരുന്ന ആ ഒരു ദിവസത്തിലേക്ക് വേണ്ടിയിട്ടുള്ള മണിക്കൂറുകളും ദിവസങ്ങളും എല്ലാം അവർ എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. ഓക്കെ, യു ആർ മൈ ഹെവൻ ഓൺ എർത്ത്.
ഓക്കെ, ഈ ലോകത്തില് എൻ്റെ ഒരു സ്വർഗം ഉണ്ട് എങ്കിൽ അത് നീയാണ് എന്നാണ് ആ ഒരു വ്യക്തി നിങ്ങളോട് പറയുന്നത്. ഐ മിസ് യുവർ പ്രസൻസ്. ഓക്കെ, ഇത് തന്നെയാണ് നമ്മളിപ്പോൾ ഈ റീഡിങ്ങിൽ നോക്കിക്കൊണ്ടിരുന്നത്. നിങ്ങളുടെ സാമീപ്യം അവര് ഒത്തിരി ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ പ്രസൻസ് അവര് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഐ വാണ്ട് ടു ടെൽ യു സം മെസ്സേജസ്. കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് അവർക്ക് പറയാനുണ്ട് എന്ന് ആണ് ഈ ഒരു സമയത്ത് അവര് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ ഒന്ന് എടുത്ത് നോക്കാം. ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം നമുക്ക്. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ മ്യൂസിക് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഫോട്ടോഗ്രാഫി നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 44 കിട്ടുന്നുണ്ട്. എറണാകുളം ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സൺ എന്ന് വിചാരിക്കുന്നു. ഡിസംബർ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കാം. ഈഗോ പ്രോബ്ലംസ് ഉള്ള വ്യക്തികളായിരിക്കാം. പാലക്കാട് ഡിസ്ട്രിക്റ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ആക്ടിങ് ഫീൽഡിൽ നിന്നുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ആലപ്പുഴ ജില്ല നമുക്ക് കിട്ടുന്നുണ്ട്. ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ഷോർട്ട് ടെമ്പേർഡ്, നിങ്ങളുടെ പേഴ്സൺ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഷോർട്ട് ടെമ്പേർഡ് ആയിരിക്കാം. ലെറ്റർ ജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 33 കിട്ടുന്നുണ്ട്. 39. ഓക്കെ, ലോട്ട്സ് ഓഫ് ഫ്രണ്ട്സ്. നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ഒത്തിരി ഫ്രണ്ട്സ് ഉള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എന്ന് വിചാരിക്കുന്നു. 48 hours എന്ന് പറയുന്ന ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. 1989. ഓക്കെ, 1994, 1990, നമ്പർ 22, നമ്പർ 55. ടോക്കറ്റീവ്, വളരെ ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ എന്ന് വിചാരിക്കുന്നു. ടുമോറോ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 49 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ എബ്രോഡ് എന്ന് പറയുന്ന ഒരു ക്ലൂ കിട്ടുന്നുണ്ട്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ എബ്രോഡ് ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ഓൾറെഡി റീഡിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു ലോങ് ഡിസ്റ്റൻസിലുള്ള വ്യക്തികളാണ് എന്ന്. ടീ ലവർ, നിങ്ങളുടെ പേഴ്സൺ ഒരു ചായ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് നമുക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.